الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي اولا بتقوى الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് ഹമംതു അൻ ആമുറ ബിഹദ്ബിൻ, ഞാൻ വിറക് ശേഖരിക്കാൻ കൽപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ വിറക് ശേഖരിച്ചിട്ട് സുമ്മ ആമുറ ബിസ്വല, പിന്നീട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ, ആ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് സുമ്മ ആമുറ റജുലൻ ഫയഉമ്മന്നാസ്, എന്നിട്ട് ഒരാളോട് ഇമാമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാമായി നമസ്കരിക്കാറുള്ളത്, മറ്റൊരാളോട് ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ, പിന്നീട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാത്ത വീടുകളിലേക്ക് പോയിട്ട് അവരുടെ വീടുകൾക്ക് തീ വെച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി, ഞാൻ ചിന്തിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് ജമാഅത്തിന്റെ ശ്രേഷ്ഠത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാതെ പള്ളികളിൽ വരാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളോടുള്ള ഈർഷ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാതെ വീടുകൾക്ക് തീ വെക്കണം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ യഅലമു അഹദുഹും, അവരിൽ ഓരോരുത്തരും അറിയുകയായിരുന്നുവെങ്കിൽ, അന്നഹു യജിദു അളുമൻ സമീനൻ, പള്ളിയിൽ നിന്ന് ഒരു തടിച്ച മാംസ കഷ്ണം ലഭിക്കുമെന്ന്. ലൗ യഅലമു ഔ മിർമാതൈനി അളീമതൈനി, അല്ലെങ്കിൽ നല്ല 2 ആട്ടിന്റെ ചെന്ന പള്ളിയിൽ നിന്ന് വേവിച്ച് ലഭിക്കും എന്നവർ അറിയുകയായിരുന്നു
വരുമായിരുന്നുവെങ്കിൽ അവര് ആ ഭക്ഷണത്തിന് വേണ്ടി അവർ വരുമായിരുന്നു എന്ന്. അപ്പോ പള്ളിയിൽ നിന്ന് നല്ല മന്തിയും ബിരിയാണിയും മാംസക്കഷ്ണവും ആട് ബിരിയാണിയൊക്കെ ആണ് ലഭിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ അവരതിനൊക്കെ വരുമായിരുന്നു, അതിനൊക്കെ അവിടെ പള്ളിയിൽ വരുമായിരുന്നു എന്ന്. ഇത് ഒരു ജനങ്ങളുടെ ഒരു മനസ്ഥിതിയെ കുറിച്ച് അറിയിച്ചതാണ്. ഭൗതികമായ നേട്ടം ലഭിക്കുമെങ്കിൽ, ഭൗതികമായി എന്തെങ്കിലും നേട്ടം ലഭിക്കുമെങ്കിൽ അവിടെ നമുക്ക് മറ്റ് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും വലിയ പ്രശ്നമാവില്ല. ഇപ്പൊ നമുക്ക് കാണാം, 4 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് വാഹനം ഓടിച്ച് മീൻ കച്ചവടക്കാരാണെങ്കിൽ മീൻ വാങ്ങാൻ വേണ്ടി, ഹോട്ടൽ തുറക്കുന്ന ആളുകളാണെങ്കിൽ ഹോട്ടൽ തുറക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരലോകം ലക്ഷ്യം വെച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നത് അവിടെ അത് നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ. ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിനൊക്കെ സജീവമായിട്ട് ആളുകൾ ഉണ്ടാകും. പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണെങ്കിൽ അതിന് ആളുകളെ കിട്ടുകയില്ല. ഈ ഒരു അവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ നമ്മുടെ സമൂഹത്തില് ചുളിവില് അധ്വാനിക്കാതെ സ്വർഗം ലഭിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പണികൾ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. വല്ലാതെ അധ്വാനമില്ലാതെ പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ആ സ്വർഗം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അങ്ങനെ നേടാൻ ആളുകൾ തയ്യാറാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടില് കോടികൾ വരുമാനമുള്ള, ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ള ജാറങ്ങളുണ്ട്. ആ ജാറങ്ങൾ അതിന്റെ മഹത്വവും പോരിശയും സമൂഹത്തിൽ വയലു പറയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് തന്നെയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ്? അവിടെ വരുമാനമുണ്ട്, ദുനിയാവ് ഭൗതികമായ നേട്ടമുണ്ട്. അതേ സമയത്ത് ആരും തിരിഞ്ഞു നോക്കാതെ കാട് കയറി കിടക്കുന്ന കുറെ ജാറങ്ങളുണ്ട്. എന്താ? അവിടെ ഒന്നും വരുമാനമില്ല. അതിനുള്ളിൽ കിടക്കുന്ന ആളുകളൊന്നും മോശക്കാരായിട്ട് എന്തുകൊണ്ടല്ല, അവിടെ ഒന്നും വരുമാനമല്ല. അപ്പൊ ഭൗതികമായ നേട്ടമുണ്ടാവുക എന്നത് ആളുകളുടെ ഒരു ലക്ഷ്യമാണ്. പരലോകം മറന്നുപോകാൻ. ഇപ്പൊ ഖുർആനില് അല്ലാഹു ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും ദുനിയാവിൽ ധാരാളം പ്രവർത്തിച്ചിട്ട് നഷ്ടം സംഭവിച്ചു പോയ ആളുകളെ കുറിച്ച് താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ? അവര് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവർ. എന്നിട്ട് അല്ലാഹു പറയാ, ഉലൈകല്ലദീന ഹബിത്തത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവര് ദുനിയാവിലും ആഖിറത്തിലും അവര് ഉലൈകല്ലദീന കഫറൂ അവർ അള്ളാഹുവിന്റെ ആയത്തുകളെയും പരലോകത്തെയും നിഷേധിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പൊ നിഷേധം എന്ന് പറയുന്നത് അള്ളാഹു ഇല്ല, പരലോകമില്ല എന്ന് പറയുക എന്നതല്ല. ആ അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, അതിനനുസരിച്ച് കർമ്മങ്ങൾ ഞങ്ങൾ ക്രമപ്പെടുത്തണം എന്ന് ചിന്തിക്കാത്ത ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ അള്ളാഹുവിനെ നിഷേധിക്കുന്നു, പരലോകത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആളുകളൊക്കെ അങ്ങനെയാണ്. ഭൗതികമായ നേട്ടം ലഭിക്കാനുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആളുകൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഒരല്പം ഞെരുക്കം സഹിച്ചുകൊണ്ട്, പ്രയാസം സഹിച്ചുകൊണ്ട്, പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ അതിന് ആളുകൾ തയ്യാറില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, റമദാനിൽ നോമ്പനുഷ്ഠിക്കാനും ഖിയാമുൽ ലൈൽ ദീർഘമായി നിന്ന് നിസ്കരിക്കാൻ അതൊക്കെ കുറച്ച് പ്രയാസമുള്ള ഞെരുക്കമുള്ള കാര്യമാണ്. എന്നാൽ 27-ാം തീയതി റമദാനിൽ എല്ലാവരും കൂടി ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുകയും കൂട്ടമായി പ്രാർത്ഥനയും കരച്ചിലും സംഘടിപ്പിക്കുകയും അതുകൊണ്ട് സ്വർഗം ലഭിക്കുകയാണെങ്കിൽ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗം ലഭിക്കുകയാണെങ്കിൽ ആ സ്വർഗം മതി ഞങ്ങൾക്ക് എന്തെങ്കിലും ആളുകയാണ്. അതുപോലെ തന്നെയാണ് ഈ റബീഉൽ അവ്വൽ മാസത്തില്. റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് ഇപ്പൊ ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ ഖുർആൻ പഠിച്ചവരാണ്, ഹദീസ് പഠിച്ചവരാണ്. അവർ പ്രസംഗിക്കുക, ഞങ്ങള് പല സ്ഥലത്തും വയലിന് പോകും, വയലിന് പോയി തിരിച്ചു വരുമ്പോ അർദ്ധരാത്രിയില് അല്ലെങ്കിൽ രാത്രി അന്ത്യയാമത്തിലൊക്കെ ഉറങ്ങാതെ റബീഉൽ അവ്വൽ മാസത്തിൽ അതിനെ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തോരണം തൂക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊരു പക്ഷേ പള്ളിയിൽ കണ്ടുകൊള്ളണമെന്നില്ല, അവർക്ക് നിസ്കാരം ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും അവർക്ക് ആ ഒരു കർമ്മം മതി അവർ പരലോകം രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞു കൊടുക്കുക സമൂഹത്തിൽ, പ്രസംഗിക്കാം പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ.
അവ എന്താണ്? ഭൗതികമായി വലിയ അധ്വാനങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം കിട്ടുന്നിടത്ത് അവിടെ ആളുകൾ ഉണ്ടാവും, അതിന് പിന്നിൽ ആൾക്കാരുണ്ടാവും. നേരെ മറിച്ച് അധ്വാനിച്ച് പരിശ്രമിച്ച് പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണെങ്കിലോ അവിടെ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ മാസത്തില് റബീഉൽ അവ്വൽ 12, ഇപ്പൊ മുമ്പൊക്കെ 12-നായിരുന്നു, ഇപ്പൊ മാസം മുഴുവൻ റോഡില് തുള്ളിച്ചാടുന്ന, പലതരത്തിലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന ആളുകൾ, അവരൊക്കെ എന്തിനാ ചെയ്യുന്നത്? പരലോകത്ത് കിട്ടാൻ വേണ്ടിയാ, പരലോകം കിട്ടാൻ വേണ്ടിയാ ചെയ്യുന്നത്. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കാണ്, അങ്ങനെയൊക്കെ ചെയ്താലും മതി, ആ ഒരു കർമ്മം മതി, വേറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സമൂഹത്തില് ഞാൻ റസൂലുള്ള തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, ദുനിയാവിൽ വല്ലതും കിട്ടണമെന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ചുളിവിൽ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ഇന്ന് ആ ഒരു അവസ്ഥയെ തന്നെയാണ്. എങ്ങനെ അധ്വാനിക്കാൻ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിലോ അള്ളാഹ് പറഞ്ഞ രൂപത്തിലോ ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾ തയ്യാറില്ല. എന്നാൽ ഞങ്ങൾക്ക് ചുളിവിൽ സ്വർഗം കിട്ടുകയും വേണം. അങ്ങനെ ചുളിവിൽ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർക്ക് അവരെ ചൂഷണം ചെയ്യാൻ പുരോഹിത വർഗം നിങ്ങൾ അങ്ങനൊക്കെ ചെയ്താലും മതി എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. നേരെ മറിച്ച് അള്ളാന്റെ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തില് ആളുകളോട് അള്ളാഹ് പറയാ, ഇന്നേ ദിവസം ലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരാളോടും ഒരു അനീതിയും ഞാൻ കാണിക്കുന്നതല്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയുമില്ല. നിങ്ങൾ കൊല്ലത്തിലൊരിക്കൽ തോരണം തൂക്കിയാൽ മതി, അത് മതി നിങ്ങൾക്ക് എന്നാ പറഞ്ഞേ പഠിച്ചാൽ. അല്ല, നിങ്ങൾ എന്താണോ ചെയ്തത് അതിനെ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുള്ളൂ എന്നാ. എന്താണോ നിങ്ങൾ ചെയ്തത് അതേ അവിടെ കാണുള്ളൂ എന്നാ പറഞ്ഞത്. മാത്രല്ല വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നു. ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്നത് മുഅ്മിനീങ്ങളുടെ മുമ്പിൽ മേൽ സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു അമലാകുന്നു. അത് ഖുർആൻ പറഞ്ഞതാ, ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കല്ല നമ്മൾ ഈ മിമ്പറിൽ പറയുന്നത്. നമസ്കാരം എന്നത് മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിശ്ചയിച്ച രൂപത്തിൽ നിർബന്ധമാക്കപ്പെട്ടതാകുന്നു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബാണ്, ഏതെങ്കിലും മുസ്ലിംമാരല്ല. അതുപോലെ തന്നെ ഈ ലോകത്തേക്ക് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ പറയാണ്, നമ്മളും അവരും അഥവാ സത്യനിഷേധികളും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം എന്നതാകുന്നു. ഫമൻ തറക്കഹ ഫഖദ് കഫറ, ആര് അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചുവോ അവൻ കാഫിറാണ്, സത്യനിഷേധിയാണ്. അള്ളാന്റെ റസൂലിന്റെ വാക്കാ, ഏതെങ്കിലും പണ്ഡിതന്റെ വാക്കല്ല. ഇവിടെ ഉസ്താദ് എന്താ പറഞ്ഞത്? നിങ്ങൾ കൊല്ലത്തിലൊരിക്കൽ തോരണം തൂക്കി അങ്ങക്ക് അത് മതി, നിങ്ങളെ പള്ളിയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാ. അള്ളാഹ് പറയുന്നത് എന്താ? നിങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം. അതുപോലെ തന്നെ അത് ആരുപേക്ഷിക്കുന്നുവോ അവൻ മുഅ്മിനല്ല, കാഫിറാകുന്നു, മനഃപൂർവ്വം അത് ഉപേക്ഷിക്കുന്നവൻ. പിന്നെ ഈ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും എന്റെ അടുക്കലേക്ക് തിരിച്ചെത്തുമ്പോ നിങ്ങളെ തോരണം തൂക്കിയത് മതി നിങ്ങൾക്ക്, നിങ്ങൾ റോഡുമ്പോ അഭ്യാസം കളിച്ചത് മതി നിങ്ങൾക്ക് എന്നാ പറഞ്ഞ് അല്ല. അള്ളാഹ് പറയാ, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വലിയുവഫിയഹും അഅമാലഹും വഹും ലാ യുദ്ലമൂൻ. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു, ഓരോരുത്തർക്കും നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിനനുസരിച്ചുള്ള പദവിയാണ് റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവുക. വലിയുവഫിയഹും അഅമാലഹും, അവരുടെ അമലുകൾക്ക് കൃത്യമായും പൂർണ്ണമായും അവർക്ക് പ്രതിഫലം നൽകും. വഹും ലാ യുദ്ലമൂൻ, ഒരു അനീതിക്കും അവർ വിധേയരാവുകയില്ല. അപ്പൊ തോരണം തൂക്കിയവന് തോരണം തൂക്കിയതേ ഉണ്ടാവും, റോഡുമെന്ന് തുള്ളിക്കളിച്ചവൻ അതുണ്ടാവും. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാവണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കർമ്മങ്ങൾ, അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ, അത് ആ അള്ളാഹു റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല നിയ്യത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ മാത്രമേ പരലോകത്ത് കാണാനുണ്ടാകൂ. അല്ലാതെ റോഡിൽ അഭ്യാസം കാണിച്ചത് പരലോകത്ത് ഉണ്ടാവില്ല. കാരണം എന്ത് കർമ്മങ്ങളാണ് പരലോകത്ത് കിട്ടുക എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരു കർമ്മവുമായി നാളെ പരലോകത്തെത്തിയാൽ അത് പരലോകത്ത് കാണാനുണ്ടാവില്ല. അപ്പം എന്തെങ്കിലും നിങ്ങൾ കുറച്ച് കവാത്ത് കാണിച്ചാൽ മതി നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ എന്ന് സമൂഹത്തെ ഏതെങ്കിലും ആളുകൾ പഠിപ്പിക്കുന്നുവെങ്കിൽ അവർക്ക് അതുകൊണ്ട് ദുനിയാവിൽ ലഭിക്കാവുന്ന നേട്ടം മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അവരിത് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഞാനീ പറയുന്നതൊന്നും എന്റെ വാക്കല്ലല്ലോ, ഞാനീ പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള കാര്യമാണ്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്, ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചത് അത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിനനുസരിച്ചുള്ള സ്ഥാനവും പദവിയും പരലോകത്ത് ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇതാണ് യഥാർത്ഥ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ പൂർണ്ണമായും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പൂർണ്ണമായും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ടാണ് അവര് പ്രവാചക സ്നേഹം കാണിക്കുന്നത്. ഇവര് ഈ റോഡിൽ അഭ്യാസം കാണിക്കുന്ന ആളുകൾ ആരെയും പള്ളിയിൽ നമ്മൾ കാണില്ല. ദീനിന്റെ മറ്റു കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ അവർക്ക് ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് അവർക്ക് അറിയില്ല. ഖുർആൻ ഒരു തവണയെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എന്ന് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ചിന്തിക്കുകയോ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക എന്നൊരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആകെപ്പാടുള്ളത് റോഡും വന്ന് അഭ്യാസം കാണിക്കുക, റാലി നടത്തുക, റോഡ് ബ്ലോക്ക് ആക്കുക, ജയന്തി നടത്തുക, മുഹമ്മദ് നബിയെ എഴുന്നള്ളിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് പൂർണ്ണമായും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കാൻ കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ, പിന്തിരിഞ്ഞവൻ ഒഴികെ. ഖീല, റസൂലുള്ളാഹിനോട് സഹാബികൾ ചോദിച്ചു, വമൻ അബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഈ പിന്തിരിഞ്ഞവർ എന്ന് പറയുന്നത് ആരാണ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ ആര് അനുസരിച്ച് ജീവിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ആര് ധിക്കരിച്ചുവോ അവനാകുന്നു പിന്തിരിഞ്ഞവൻ, വിസമ്മതിച്ചവൻ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചവനാണ് അള്ളാഹുവിനെ അനുസരിച്ചവൻ, ദീനനുസരിച്ച് ജീവിക്കുന്നവൻ. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ച് പ്രവർത്തിക്കുന്നവനാണ് റസൂലുള്ളാഹിയിൽ നിന്ന് പിന്തിരിഞ്ഞവൻ. അപ്പൊ ആർക്കാ സ്വർഗം കിട്ടുക? ആരാണ് അള്ളാഹുവിന്റെ തൃപ്തിയിലുണ്ടാവുന്നത്? ആലോചിച്ച് നോക്കിക്കോളി. അള്ളാഹു പഠിപ്പിച്ച മാർഗം റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നബിയെ അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബി അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ഞാൻ എന്താണോ നിങ്ങൾക്ക് വിശ്വാസമായി പഠിപ്പിച്ചെന്ന് അത് നിങ്ങളുടെ വിശ്വാസമായിരിക്കണം. ഞാൻ എന്താണോ നിങ്ങൾക്ക് ആചാരമായി പഠിപ്പിച്ചെന്ന് അത് നിങ്ങളുടെ ആചാരമായിരിക്കണം, അനുഷ്ഠാനമായിരിക്കണം, ഇബാദത്തുകളായിരിക്കണം. അങ്ങനെ എന്നെ നിങ്ങൾ പിന്തുടരണം. അള്ളാഹുവിന്റെ റസൂലിനോട് ജനങ്ങളോട് പറയാം. എന്നിട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയെ പിന്തുടർന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മാർഗം പിന്തുടരുക. റസൂലുള്ളാഹിനോട് ജനങ്ങളോട് പറയാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മാർഗം പിന്തുടർന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ എല്ലാ പാപങ്ങളും അവൻ പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് എന്റെ ഇഷ്ടം ആഗ്രഹമുണ്ടോ, ആഗ്രഹിക്കുന്നുവോ, അതുപോലെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവോ
നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൻ അഹബ്ബ സുന്നത്തി, എന്റെ ചര്യയെ ആര് ഇഷ്ടപ്പെടുന്നുവോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ അങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അപ്പൊ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇഷ്ടപ്പെടുക. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ വലതു ഭാഗം ഉയർത്തിക്കൊണ്ട് എഴുന്നേൽക്കുക, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അവിടെ മുതൽ തുടങ്ങാൻ ഒരു പ്രഭാതം മുതൽ ഒരു മനുഷ്യന്റെ മുസ്ലിം ആയിക്കൊണ്ടുള്ള ജീവിതം. അവിടുന്ന് അങ്ങോട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഇടത് കാല് വെച്ച് കയറുകയും ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെല്ലേണ്ടുന്ന പ്രാർത്ഥന ചെല്ലുകയും പുറത്തിറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയും, അങ്ങനെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാതൃക ജീവിതത്തിൽ പിന്തുടർന്നവനാണോ ആരാണോ അവൻ കൊല്ലത്തിലെ 365 ദിവസവും അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളവനാണ്, റസൂലിനെ സ്നേഹിക്കുന്നവനാണ്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ സ്നേഹിക്കുക, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇത് അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ്, റസൂലിനെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ, റസൂലുള്ളാഹിയുടെ ഇഷ്ടം നേടാൻ, പരലോകത്ത് സ്വർഗം നേടാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗം വിട്ടുകൊണ്ട് 3-4 നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ ഖബർ പൂജ തുടങ്ങി വെച്ച ആളുകൾ, ഷിയാക്കൾ തുടങ്ങി വെച്ച ഏതെങ്കിലും ആചാരം നബിദിനത്തിന്റെയും നബി സ്നേഹത്തിന്റെയും പേരിൽ ചെയ്യുന്നുവെങ്കിൽ അവർ പൂർണ്ണമായും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ധിക്കരിക്കുന്നവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനും ഹദീസും എന്ത് മാർഗമാണോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്, ആ മാർഗത്തിലാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കി അവന്റെ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുവാനാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖിൻ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ആ ദിവസത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കുറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ? എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? ഇപ്പൊ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗീയതകളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു ദിവസം? ഇപ്പൊ ഗാന്ധി ജയന്തി ഉണ്ട്, അതുപോലെ തന്നെ ശ്രീരാമനാരായണ ഗുരു ജയന്തി ഉണ്ട്. അവരൊക്കെ മഹാന്മാരാണ്. അവരുടെ മഹത്വം ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരാനും വേണ്ടി ഒരു ദിവസം നിശ്ചയിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിക്കുന്നത് എന്താണ് തെറ്റ്? നിഷ്കളങ്കമായ ഒരു ചിന്തയാണത്. പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ഇസ്ലാം ദീനിന് ഉണ്ടാകുന്ന പരിക്ക് എന്താണ്, അല്ലെ ഇസ്ലാം ദീൻ ഏതൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ലല്ലോ, നമ്മൾ അള്ളാഹിനെ അങ്ങോട്ട് ദീന് പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അള്ളാഹ്ക്ക് എന്താണ് ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഏറ്റവും ചുരുങ്ങിയത് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ എങ്കിലും ജനനദിനമോ മരണദിനമോ ഇന്ന ദിവസമാണെന്ന് പഠിപ്പിക്കുകയും അതിൽ ചില പ്രത്യേക കർമ്മങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? അള്ളാഹ് അങ്ങനെ വഹി മുഖേന പഠിപ്പിക്കാലോ. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാരുടെ പിതാവാണ്, ധാരാളം അമ്പിയാക്കന്മാരുടെ പിതാവാണ്. ഞാൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച ദിവസം ഇന്നാണ്. അന്ന് നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യമാണ്, ആ പ്രവാചകനെ നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരമദിനം ഇന്നാണ്. ആ ദിനം ആചരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുഷ്ഠിച്ച ത്യാഗം നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് എന്ന് തീരുമാനിച്ചൂടെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വാശിയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ അടിസ്ഥാനത്തിലോ അല്ല. അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച തനതായ രൂപത്തിൽ നിലനിൽക്കണം. അത് വികൃതമാക്കപ്പെടാനോ ശിർക്കിലേക്കും വിഗ്രഹത്തിലേക്കും സമൂഹം എത്തിപ്പെടാനോ പാടില്ല എന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്.
അവൻ പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ആ പ്രവാചകന്മാർ പഠിപ്പിക്കുമായിരുന്നു. ഇസ്ലാമില് ഒരു വ്യക്തി പൂജയിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് സമൂഹത്തിൽ ശിർക്ക് വന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാരായിട്ടുള്ള ആളുകളെ ലോകത്ത് ആരാധിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അവരുടെ ചിത്രം ഒന്ന് വരച്ചു വെക്കും, അവരെ ഓർക്കാൻ വേണ്ടി. പിന്നെ അവരുടെ ഒരു രൂപം ഉണ്ടാക്കി വെക്കും. പിന്നെ മുൻഗാമികൾ ആദരിച്ചവരാണെന്ന് പറഞ്ഞ് അതിന്റെ ആ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു പുഷ്പാർച്ചന നടത്തും. പിന്നെ അതിന് മുമ്പ് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കും. അങ്ങനെ പടിപടിയായിട്ടാണ് സമൂഹം ഷിർക്കിലേക്ക് പോയത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ജനനദിനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ഒരു വ്യക്തി പൂജയിലേക്കും വ്യക്തി ആരാധനയിലേക്കും എത്തി. അപ്പൊ മുഹമ്മദ് നബിയോട് വിളിച്ചു തേടുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിയല്ലോ. അപ്പൊ ആ രൂപത്തിൽ ഷിർക്കിലേക്ക് സമൂഹം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വ്യക്തിയുടെ ജനനത്തിനോ മരണത്തിനോ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു കർമ്മം ഇസ്ലാം പഠിപ്പിക്കാതിരുന്നത്. എന്നാൽ അതേ പ്രവാചകന്മാരുടെ ഒക്കെ ത്യാഗം വളരെ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുകയും ആ ത്യാഗം അനുസ്മരിച്ചുകൊണ്ട് പല ഇബാദത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗം അനുസ്മരിച്ചുകൊണ്ടുള്ള ഇബാദത്താണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുഷ്ഠിച്ച ത്യാഗം നമ്മോട് പ്രായോഗികമായി ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തേടിക്കൊണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ടോ പ്രത്യേകമായ ഒരു കർമ്മം പഠിപ്പിക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ത്യാഗം പലതും അനുസ്മരിച്ചുകൊണ്ട് ആ ത്യാഗം നമ്മളോട് ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. ആ തൗഹീദിന്റെ വചനം നമ്മളോട് ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ മുഹമ്മദ് നബി തിരുമേനിയോട് തന്നെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുന്നത് ആ മൗലിദിന്റെ കിതാബില്. അതുപോലെ തന്നെ അമിത പ്രശംസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണം. ഇത് റസൂലുള്ള വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് പോലും ഷറഫലന മൗലിദിൽ പറയുന്നത് അബ്ദുക്കൽ മിസ്കീനു യർജൂന, റസൂലെ താങ്കളുടെ അടിമയായ ഞങ്ങൾ ഇതാ താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്നു റസൂലിനോട് പറയാൻ പഠിപ്പിക്കാൻ. റസൂൽ എന്ത് പറഞ്ഞു? ഞാൻ അള്ളാന്റെ അടിമയാണ്, റസൂലാണ്, നിങ്ങൾ ജനങ്ങളോട് പറയണം. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എന്നാൽ ഈ സമൂഹം ഷറഫലന മൗലിദ് പാടിക്കൊണ്ട് പറയാണ് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദലക്കൽ ജമ്മൽ ആഫിറു, നബിയെ താങ്കളുടെ അടിമയായ ഞങ്ങൾ താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ അള്ളാന്റെ ദീന് നേരെ തലകീഴാക്കി മറിച്ചൊരവസ്ഥയിലേക്ക് എത്തി. ഇതുകൊണ്ട് തന്നെയാണ് ദീനിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് വെറുപ്പിലോട്ടോ ഒന്നുമല്ല. അപ്പൊ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുക, പഠിക്കുക, ദീനിന്റെ യഥാർത്ഥ മാർഗം എന്താണെന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗം എന്താണ്, ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ടുകാരുടെ ചര്യ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അതിര് കവിയാതിരിക്കുക, ശിർക്കിലേക്ക് പോവാതിരിക്കുക, വിനയത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇത് മാത്രമാണ് നമുക്ക് പരലോകത്തുള്ള രക്ഷാമാർഗം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ദീനിനെ വികൃതമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പൂർണ്ണമായി വിട്ടുനിൽക്കുക. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ശരിയായ സത്യം മനസ്സിലാക്കി ആ സത്യം പിന്തുടർന്ന് ജീവിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരുമുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും വരുന്ന സഈദ് മൗലവി, ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇരിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും നമ്മുടെ പള്ളിയുമായി സജീവമായി ബന്ധപ്പെടുന്ന അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലുശ്ശേരിയിൽ നമ്മുടെ സജീവമായ പ്രവർത്തകൻ മൻസൂർ മൊയ്തീന്റെയും ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ട് അപകടകരമായ ഒരു അവസ്ഥയിലാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതാ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്ന റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും രോഗത്തിൽ നീ പൂർണ്ണമായി ശിഫ നൽകുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പരീക്ഷണത്തെ നീക്കി തരുന്ന റഹ്മാനെ. ഞങ്ങൾ ഏവരെയും നീ രണ്ട് ലോകത്തും വിജയിപ്പിക്കണം റബ്ബേ. ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങൾക്ക് നീ ഞങ്ങൾ വിധേയരാക്കില്ല റഹ്മാനെ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുന്ന റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ
മക്കൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കളിൽപ്പെട്ട ആളുകൾ, നാഥാ അവരൊക്കെ ബർസഖി ജീവിതത്തെ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. അല്ലാഹുവേ, ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യഖീനായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നീ ഞങ്ങൾ എത്തിക്കില്ല റബ്ബേ. നാഥാ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.